ഹലോ ഫ്രണ്ട്സ്, വോയിസസ് സൗണ്ടിൻ്റെ പുതിയ ഒരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടുകാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് സെറ്റിങ്സ് ആണ്. അതായത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ കൃത്യമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് സെറ്റിങ്സിൻ്റെ കാര്യമാണ്. നേരത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ ആർട്ട് സെറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ വീഡിയോ ചെയ്യാത്തവർക്ക് വേണ്ടി ഞാനത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, അതും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഫോണിലാണ് ചെയ്ത് കാണിക്കുന്നത്. കാരണം പലർക്കും സംശയം തരാം, നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയുടെ സെറ്റിങ്സ് നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ എന്നും. അപ്പോൾ നമുക്ക് ഫോണിലും ചെയ്യാവുന്നതാണ്. ഫോണിൽ ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എപ്പോഴും ഓണാക്കി ഇടുക. youtube.com എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നമ്മൾ സിസ്റ്റത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു ഇൻ്റർഫേസ് നമുക്ക് ഫോണിലും കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഇൻ്റർഫേസ് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്നും യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോകേണ്ടതാണ്. ഇനി ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഇൻ്റർഫേസിലോട്ട് അതിനുശേഷം ബാക്കി വീഡിയോ കാണിക്കാം. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഇൻ്റർഫേസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിൽ കാണുന്ന പോലെ തന്നെ എല്ലാം കാണാം. ഇതിപ്പോൾ എൻ്റെ പ്രൈമറി അക്കൗണ്ട് അല്ല, നമ്മളിപ്പോൾ ചാനലിൻ്റെ അക്കൗണ്ട് അല്ല, അല്ലാതുള്ള ഒരു അക്കൗണ്ടിലാണ് നിങ്ങൾക്ക് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണുന്നതിൽ നിന്ന് വ്യത്യാസമായി നമുക്ക് ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമുക്ക് ഫോണിൽ ചെയ്യുമ്പോൾ ഈ താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആ സെറ്റിങ്സിൽ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എഗ്രിമെൻറ്റ്സ്, കമ്മ്യൂണിറ്റി, പെർമിഷൻസ്, ചാനൽ, അപ്ലോഡ് ഡിഫോൾട്ട്, ചാനൽ സെറ്റിങ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഇവിടെ എഗ്രിമെൻറ്റ്സ് എന്നും പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് മാറ്റാനൊന്നുമില്ല. അതിനുശേഷം നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സെറ്റിങ്സ് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് മോഡറേറ്ററിനെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതൊരു യൂസറിൻ്റെ ഇഷ്ടമാണ്, ആരെങ്കിലും മോഡറേറ്ററായിട്ട് ആഡ് ചെയ്യണോ എന്നുള്ളത്. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെറ്റിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ ബ്ലോക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവരും അത് ഓണാക്കിയിടേണ്ട ഒരു സെറ്റിംഗ് ആണ്. കാരണം നമ്മളൊരു വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് കമൻറ്റ്സ് വരും. അതിൽ പലരും ചിലപ്പോൾ ലിങ്കുകളും ഇട്ടെന്നിരിക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല അത് എങ്ങനെയുള്ള വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്കൊക്കെ ആണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിത് ബ്ലോക്ക് ഓപ്ഷൻ ചെയ്തിടുന്നത്. പിന്നെ നമുക്കിവിടെ ഡിഫോൾട്ട്സ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോൾഡ് പൊട്ടൻഷ്യൽ ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ്സ്, അത് നമുക്ക് കമൻറ്റ്സിനെ റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നമ്മൾ കൊടുത്തിടുക. അതുപോലെ തന്നെ ഇതും നമ്മുടെ യൂസറിൻ്റെ ഇഷ്ടമാണ്. അലോ ഓൾ കമൻറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കമൻറ്റ്സ് ഡിസേബിൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പൊതുവെ എല്ലാവരും അലോ ഓൾ കമൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതും ഒരു ക്രിയേറ്ററിൻ്റെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ലൈവ് പോകുന്നവർക്കാണെങ്കിൽ അറിയാം, നമുക്ക് അതിനകത്ത് ലൈവ് ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അവിടെ ഹോൾഡ് ഇൻഅപ്രോപ്രിയേറ്റ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം ബാക്കിയുള്ള ഈ പെർമിഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ആർക്കൊക്കെ പെർമിഷൻ കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്മളുടെ മെയിൽ ഐ ഡി ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ മിക്കവരും വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ ചാനലുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലിങ്കുകൾ ഇപ്പം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ടും കൊടുക്കേണ്ട. അതിന് പകരം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ നമുക്ക് അതിൻ്റെ ലിങ്ക് ഒരു വട്ടം കൊടുത്ത് നമ്മൾ താഴെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും നമ്മളെ വീഡിയോയുടെ താഴെ അത് വരുന്നതായിരിക്കും. അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ടൈറ്റിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെയിം കൊടുക്കുന്നവരാണെങ്കിൽ അവർക്കും അത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ടാഗ്, അതുപോലെ വിസിബിലിറ്റി എന്ന് വെച്ചാൽ പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ അങ്ങനെയുള്ളത്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചാനൽ എന്ന് പറഞ്ഞ മറ്റൊരു സെറ്റിങ്സ് ആണ് മെയിനായിട്ടും വരുന്നത്. ചാനൽ എന്ന് പറയുന്ന സെറ്റിങ്സിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ആദ്യം എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻഫർമേഷൻ ആണ്. അതിൽ നമുക്ക് നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കീവേഡും നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര്, അതുപോലെ തന്നെ ചാനലിൽ ഇപ്പോൾ ഇടുന്ന ടോപ്പിക്കുകൾ, ഇപ്പം ട്രാവൽ എന്നാണെങ്കിൽ നമുക്ക് ട്രാവൽ എന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് നമ്മൾ കീവേഡ്സിലാണ്. പിന്നെ നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാം. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ നമുക്ക് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബേസിക് ഇൻഫോയിൽ വരുന്നത്. പിന്നെ അഡ്വാൻസ് സെറ്റിങ്സിൽ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ ഇല്ല. പിന്നെ വരുന്നത് ബ്രാൻഡിങ് ആണ്. അതും നമ്മളെ ക്രിയേറ്ററിൻ്റെ ഇഷ്ടമാണ്. അതായത് നമ്മുടെ വീഡിയോയിൽ ഒരു ചെറിയ ബ്രാൻഡിങ് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് കുറച്ച് സ്പെസിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ആ ബ്രാൻഡിങ് കൊടുക്കുന്ന ഇമേജ് ഏത് ഫോർമാറ്റിലായിരിക്കണം, എത്ര സൈസുള്ളതായിരിക്കണം എന്നൊക്കെ കൊടുക്കാം. അതപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ബ്രാൻഡിങ് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫീച്ചർ എലിജിബിലിറ്റി, അത് നമുക്ക് അതും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. ഡിഫോൾട്ട് ഫീച്ചേഴ്സ് ഇപ്പോൾ ഇതിൽ ഇനേബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോൺ വെരിഫൈ ചെയ്യുമ്പോഴും കുറേ ഫീച്ചേഴ്സ് വരുന്നതായിരിക്കും.
അതായത് 15 മിനിറ്റ് കൂടുതൽ വീഡിയോ ഇടാനും പിന്നെ കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ, ലൈവ് സ്ട്രീമിംഗ്, അതുപോലെ തന്നെ കണ്ടന്റ് ഐഡി അപ്പിൽ അതിനൊക്കെ നമുക്ക് ഫോൺ വെരിഫിക്കേഷൻ അത്യാവശ്യമാണ്. അതും എല്ലാ പുതിയ യൂട്യൂബേഴ്സും തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. നമ്മുടെ ചാനലിൻ്റെ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സിന് അതെല്ലാം ഉപയോഗമാണ്. ഏത് ചാനൽ സെറ്റിംഗ് ചെയ്താലും അത് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാൻ മറക്കരുത്. കാര്യം എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിൽ അത് ഇനേബിൾ ആവത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും മെയിനായിട്ടും വരുന്നത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഈ ബ്ലോക്ക് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ മറക്കരുത്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ടിക്ക് മാർക്ക് ചെയ്താൽ മതി. അത് നമ്മളുടെ ചാനലിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. കാര്യം ഒരുപാട് യൂസേഴ്സ് നമ്മളുടെ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ലിങ്ക് ഇട്ടാലും നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്ററിന് മാത്രമേ അല്ലെങ്കിൽ നമ്മുടെ മോഡറേറ്റേഴ്സിന് മാത്രമേ ഇപ്പോൾ ലിങ്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ നമുക്കത് പിന്നീട് ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ബ്ലോക്ക് ലിങ്ക് ചെയ്തിടുക. പിന്നെ അപ്ലോഡ് ഡിഫോൾട്ട്സിൽ നമുക്ക് സ്ഥിരമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന കാര്യങ്ങളിൽ സെറ്റിംഗ് ചെയ്തിടാം. അതുപോലെ തന്നെ ചാനൽ സെറ്റിങ്സിൽ ബ്രാൻഡിങ് നമ്മൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നീട് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ചാനൽ, അതും മറക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചാനൽ സെറ്റിങ്സിൻ്റെ കാര്യത്തിൽ. പിന്നെ ബാക്കിയുള്ള സെറ്റിങ്സൊക്കെ പൊതുവെ എല്ലാ ക്രിയേറ്റേഴ്സും നമ്മൾ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് ഓട്ടോമാറ്റിക്കലി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സെറ്റിങ്സ്. സോ വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക, പ്രത്യേകിച്ചും പുതിയതായിട്ട് ചാനൽ തുടങ്ങിയ ഫ്രണ്ട്സിനൊക്കെ. പിന്നെ നിങ്ങൾ കമൻസ് താഴെ കൊടുക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളും എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.